This is MRCT vlog. Welcome to our video world. നമ്മുടെ മൊബൈലിൽ നമ്മൾ ഓൺലൈനായിട്ട് ഏതെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഓൺലൈൻ സൈറ്റുകളിൽ ഡീറ്റെയിൽസ് നോക്കാൻ വേണ്ടിയോ പ്രൈസ് നോക്കാൻ വേണ്ടിയോ മറ്റൊക്കെ ഓപ്പൺ ചെയ്ത് അത് സെലക്ട് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മളത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും ശരി, പിന്നെ മറ്റേത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും നമുക്ക് ആ സെർച്ച് ചെയ്ത് നമ്മൾ നോക്കിയിരുന്ന ആ ഒരു പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ അതുമായി ആ കാറ്റഗറിയിലുള്ള ഐറ്റംസിന്റെ അഡ്വർടൈസ്മെന്റ് നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. പലപ്പോഴും നമുക്കതൊരു ബുദ്ധിമുട്ടായി വരാറുണ്ട്. സത്യത്തിൽ അതൊരു ഗൂഗിള് നമുക്ക് ചെയ്യുന്നത് നമ്മുടെ ഡാറ്റാസ്, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ ഡീറ്റെയിൽസ് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നിലേക്ക് അത് എത്തിച്ചു തരികയാണ്. പക്ഷെ പലപ്പോഴും നമുക്കത് ബുദ്ധിമുട്ടായിട്ടും വരാറുണ്ട്. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ആ ഒരു അഡ്വർടൈസ്മെന്റ് ഒഴിവാക്കണം താല്പര്യം ഉണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫോണിന്റെ സെറ്റിംഗ്സിൽ പോവാം. ഓക്കെ, ഞാനിവിടെ ഇതിലും കാണിക്കുന്നുണ്ട്. മൊബൈലിൽ ക്ലിയർ അല്ലെങ്കിലും ഇവിടെ ആ സ്ക്രീനിൽ കാണിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫോണില് സെറ്റിംഗ്സിൽ പോവാം. ഏത് ഫോണിലാണെങ്കിലും അതിന് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ താഴേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ എന്ന് കാണാം. ഓക്കെ, അപ്പൊ ആ ഗൂഗിൾ ഇതാ ഇവിടെ ഗൂഗിളിൽ പ്രസ് ചെയ്യാം. ഗൂഗിളിൽ പ്രസ് ചെയ്യാം. ഗൂഗിളിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായി കാണുന്നത് തന്നെ ആഡ്സ് എന്നാണ്, അതായത് പരസ്യം. അപ്പൊ ഈ പരസ്യം എന്ന് ആഡ്സ് എന്ന് കാണുന്നിടത്ത് നമ്മൾ ഒന്നും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള സ്ക്രീനാണ് നമുക്ക് കിട്ടുക. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്താന്ന് പറഞ്ഞാൽ റീസെറ്റ് അഡ്വർടൈസിംഗ് ഐ ഡി. ഓക്കെ, രണ്ടാമത്തത് ഡിലീറ്റ് അഡ്വർടൈസിംഗ് ഐ ഡി. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത് കാണുന്ന ഡിലീറ്റ് അഡ്വർടൈസിംഗ് ഐ ഡിയിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക, പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുപോലുള്ള സ്ക്രീൻ കിട്ടും. അപ്പൊ ഇതിന് താഴെ ഈ ബ്ലൂവില് ഹൈലൈറ്റ് ചെയ്ത് കാണുന്നത് സെയിം അത് തന്നെയാണ്, അതായത് ഡിലീറ്റ് അഡ്വർടൈസിംഗ് ഐ ഡി എന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മൾ ഒരു പ്രാവശ്യം കൂടെ നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, കംപ്ലീറ്റ് എന്തായി, ആ ഒരു ഐ ഡി, അതായത് ഏതൊരു ഡാറ്റ വെച്ചിട്ടാണോ നമുക്ക് ആ അഡ്വർടൈസ്മെന്റ് നമ്മൾ മറ്റ് പ്ലാറ്റ്ഫോമിൽ സെർച്ച് ചെയ്യുന്ന സമയത്തോ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് അഡ്വർടൈസ്മെന്റ് കാണിച്ചുകൊണ്ടിരുന്നത്, ആ ഐ ഡി കംപ്ലീറ്റ് ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അത്തരത്തിലുള്ള പരസ്യം വരില്ല. അപ്പോൾ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം. അതിനെക്കുറിച്ചൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്.